അപ്പൊ നീണ്ട നാളത്തെ കാത്തിരിപ്പുകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് മറ്റൊരു ഫുട്ബോൾ കാലം കൂടി വന്നിരിക്കുകയാണ്. ലോകം ഫുട്ബോൾ എന്ന വികാരത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ് നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അർജന്റീന ചാമ്പ്യന്മാരായതും അതുപോലെ പ്രിയപ്പെട്ടതായിട്ട് മാറി നമ്മുടെ എംബാപ്പയുടെ ചരിത്രം കുറിച്ചൊരു വർഷം കൂടിയായിരുന്നു. അപ്പൊ ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിന്റെ ആദ്യത്തെ 2 കളികൾ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ആ 2 കളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അതെ, ഒന്ന് 12:30-ക്കും ഒന്ന് 7:30-ക്കും അങ്ങനെ 2 കളികളായിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. 4 ടീമുകളും അതിന്റെ അപ്ഡേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഫിഫ വേൾഡ് കപ്പ് 2026 തുടങ്ങിയിരിക്കുകയാണ്. 2 മത്സരങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ മത്സരമായിരുന്നു മെക്സിക്കയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ. രണ്ടാമത്തെ മത്സരം സൗത്ത് കൊറിയയും ചെക്കിയും തമ്മിലായിരുന്നു. അപ്പോൾ ഓപ്പണിംഗ് മാച്ച് ആയിരുന്നു ഇന്നലെ മെക്സിക്കോയിൽ വെച്ചിട്ട്. അപ്പം അതിന്റെ ഒരു പഞ്ച് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 കളിയും കണ്ടില്ല, ഫസ്റ്റ് മാച്ച് കണ്ടിരുന്നു. അപ്പൊ ഫസ്റ്റ് മാച്ച് ആ ഒരു ഓപ്പണിംഗ് മാച്ചിന്റെ ഒരു പവർ ഉണ്ടാവുമല്ലോ, അതെന്തോ കിട്ടാത്ത പോലെ ഒരു മിസ്സിംഗ് പോലെ തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. കാരണം 2022 വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഖത്തറിൽ അത്രയും വിഷ്വൽ ട്രീറ്റും ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഓപ്പണിംഗ് തുടങ്ങുന്നത്. പക്ഷെ ആ ഒരു ഫീൽ ഇപ്രാവശ്യത്തെ ഓപ്പണിംഗിൽ ഉണ്ടായില്ലെന്ന് തീർത്തും പറയേണ്ടിയിരിക്കണം. അത് ഭയങ്കര ഒരു കുറവ് പോലെ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വേൾഡ് കപ്പ് കാണാണല്ലോ, നമ്മൾ ഇത്രയും 4 വർഷം വെയിറ്റ് ചെയ്തിട്ട് ഒരു വേൾഡ് കപ്പ് കാണുന്നതിന്റെ ആ ഒരു ഫീല് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഖത്തറിലെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് ഖത്തർ 2022 ഉണ്ടായിരുന്ന ആ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, ഇപ്പം BTSലെ ജങ്കുക്ക് ഒക്കെ വന്നിട്ട് അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്തോ ഒരു ചെറിയ മിസ്സിങ് തോന്നി. അപ്പൊ നമുക്ക് നേരെ മത്സരങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് കളി നമ്മുടെ മെക്സിക്കോയുടെ മണ്ണിൽ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ മെക്സിക്കയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരുന്നു. കളി കണ്ടവർക്കറിയാം 2-0 കളി അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കളി കണ്ടിട്ട്? അതന്നെ, ഇപ്പൊ ഓപ്പണിംഗ് മാച്ചിന്റെ ഒരു പവർ കിട്ടിയില്ല. പിന്നെ നമ്മൾ കൂടുതൽ പറയേണ്ടത് എന്താന്ന് വെച്ചാൽ റെഡ് കാർഡ്സിന്റെ കാര്യം. നമ്മള് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വേൾഡ് കപ്പില് ടോട്ടൽ മത്സരത്തില് 4 റെഡ് കാർഡ് എന്തായിരുന്നു കിട്ടിയത്. പക്ഷെ ഇവിടെ ഓപ്പണിംഗിൽ ഇപ്പോഴേ ഒരു 3 കാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 3 റെഡ് കാർഡ് കിട്ടി. അതും മെക്സിക്കോ അല്ല സൗത്ത് ആഫ്രിക്കയുടെയും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നെ ഒരുപാട് പുതിയ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫിഫ. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പം ടൈം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പുതിയ റൂൾസ് ഒക്കെ കൊണ്ടുവന്നത് നല്ല കാര്യമായിട്ട് തോന്നി. മാച്ചിലേക്ക് കിടക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഓപ്പണിങ്ങിന്റെ ഒരു പവർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് നമ്മുടെ 8-ാം മിനിറ്റിൽ യൂലിയൻ കിനോനസ് എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. നമ്മുടെ മെക്സിക്കോയുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളാണ്. പിന്നെ അടുത്ത ഗോൾ വരുന്നത് 42-ാമത്തെ മിനിറ്റിലായിരുന്നു അല്ലേ, റോൾ ഗിമിനസ് ആണ് പിന്നെ സെക്കൻഡ് ഗോൾ അടിക്കുന്നത്. പിന്നെ റെഡ് കാർഡിന്റെ കാര്യം എനിക്ക് ഒന്നും കൂടി പറയാനായിട്ടുണ്ടോ. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓപ്പണിംഗിൽ ഒരു 3 റെഡ് കാർഡ് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലത്തെ ടൂർണമെന്റ് മുഴുവൻ എടുത്തതിൽ ആകെ 4 റെഡ് കാർഡ് ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് ആയിട്ടുള്ള അപ്പോഴേക്കും 3 കാർഡ് ആയിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ ഇപ്രാവശ്യത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ്. ഇതേ ഓപ്പണിംഗ് 2ാമത്തെ തവണയാണ്. കാരണം 2010 വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇവര് തന്നെയായിരുന്നു ഓപ്പണിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതന്ന് സമനിലയിലാണ് പിരിഞ്ഞത്. ഇന്നിപ്പോ ഇവിടെ മെക്സിക്കോ 2-0 നിൽക്കുന്നത്. പിന്നെ നമ്മൾ മെക്സിക്കോടെ നോക്കുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഒച്ചവ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് നിന്നത്. അപ്പം അതൊരു മേ ബി അവര് ഇനി വരുന്ന ഗെയിമിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പം അതും നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു ഒച്ചവയുടെ ഗെയിം. പിന്നെ സൗത്ത് ആഫ്രിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ നല്ലൊരു ഗെയിം തന്നെയായിരുന്നു കളിച്ചത്. പിന്നെ എന്തുകൊണ്ടോ ഫസ്റ്റ് മാച്ചിൽ അവര് തോറ്റുപോയി. പക്ഷെ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെയും മെക്സിക്കോയുടെയും ആ ഉള്ളിലത്തെ പൊട്ടൻഷ്യൽ പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയണം. പിന്നെ മെക്സിക്കോ ജയിച്ചു. മെക്സിക്കോയുടെ സ്വന്തം മണ്ണിൽ ആദ്യത്തെ യുദ്ധം വഹിച്ച് അവര് തന്നെ ജയിച്ചു എന്നുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു മാച്ചില്. അപ്പൊ ഇനി നെക്സ്റ്റ് ഗെയിമിലേക്ക് പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 7:30 ആ ടൈമിലാണ് ഇന്ത്യൻ ടൈം. നമ്മുടെ ഇന്ന് രാവിലെ 7:30 ഇന്ത്യൻ ടൈമിലായിരുന്നു നമ്മുടെ സൗത്ത് കൊറിയ വേഴ്സസ് ചെക്കിയ തമ്മിലുള്ള മാച്ച് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ അവര് എന്തായിരുന്നു ഗോൾ ചെക്കിയാണ് 59-ാമത്തെ മിനിറ്റിൽ ചെക്കിയാണ് ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. അടിച്ച ആളുടെ പേര് പ്ലെയറുടെ പേര് ക്രെഡ്ജി. ഹെഡ് ആയിരുന്നു അത്. ഹെഡ് അടിച്ചിട്ടാണ് അവർ ഫസ്റ്റ് ഗോൾ നേടുന്നത് അല്ലേ. നല്ലൊരു ഹെഡ് ആയിരുന്നു അത്. പിന്നെ അടുത്ത ഗോൾ വരുന്നത് 67-ാം മിനിറ്റിൽ ഗോൾ അടിച്ച ആളുടെ പേരാണ് ഹുവാങ്. സൗത്ത് കൊറിയയുടെ ഹുവാങ് 67-ാം മിനിറ്റിൽ അടുത്ത ഗോൾ അടിച്ച് പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമനില വന്നപ്പോഴായിരുന്നു ഈ പറയുന്ന നമ്മുടെ ചെക്കിയ
ഒരു ഗോൾ അടിച്ചു. പക്ഷെ അത് 76ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ അടിച്ചത്. അത് ഓഫ് സൈഡ് ആയിട്ട് പോയി. പിന്നെ 80ാമത്തെ മിനിറ്റിലാണ് നമ്മുടെ സൗത്ത് കൊറിയയുടെ HO എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ഗോൾ അടിച്ചത്. അങ്ങനെയായിരുന്നു ആ ഒരു ഗെയിം 2-1 എന്നുള്ള നിലയിലേക്ക് വന്നത്. അപ്പം ഈ ഒരു ഇന്നത്തെ ഒരു അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഒരു അടിപൊളി മാച്ച് അല്ലായിരുന്നു. നമുക്ക് കാണുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല മൊത്തത്തിൽ അല്ലേ? എല്ലാ പൊട്ടൻഷ്യലും പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓപ്പണിംഗ് ഗംഭീരമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഒരു ഫീല്, വേൾഡ് കപ്പിന്റെ ഫീല് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊക്കെയാണ് എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മെക്സിക്കോയുടെ മുന്നിൽ മെക്സിക്കോയ്ക്ക് തന്നെ ഗോൾ അടിച്ച് ആതിഥേയത്വം നിലനിർത്താൻ പറ്റി എന്നുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് കാര്യമായിട്ട് തോന്നി. പിന്നെ ഒരു നെഗറ്റീവ് കാര്യം റെഡ് കാർഡ് ആയിരുന്നു. റെഡ് കാർഡ്സ് ഇപ്പൊ പറഞ്ഞല്ലോ, 3 റെഡ് കാർഡ്സ് തന്നെ ഓപ്പണിംഗ് മാച്ചിൽ തന്നെ 3 റെഡ് കാർഡ്സ് കിട്ടി. അപ്പം അതും ഒരു വലിയൊരു ഇതാണ്, ന്യൂ റൂൾസിന്റെ ഭാഗമായിട്ടായിരിക്കും. അതൊക്കെയാണ് ഇന്നത്തെ ഒരു മാച്ചിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇന്നത്തെ മാച്ചിന്റെ വെയിറ്റിംഗിലാണ് നെക്സ്റ്റ് മാച്ച്. ഗ്രൂപ്പ് ബിയുടെ മാച്ചാണ് വരുന്നത്. ഒന്ന് കാനഡ വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. രണ്ടാമത്തെ വരുന്നത് നമ്മുടെ USA പരാഗ്വേ ആണ് വരുന്നത്. അപ്പൊ മാച്ച് മറക്കാതെ കാണാം. ഇതിലാരാ ജയിക്കാന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം.